അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിക്കുകയാണ്, സ്വഹാബ, നിങ്ങൾ ആരിലെങ്കിലും കുറച്ച് വെള്ളമുണ്ടോ, കുറച്ച് പാലുണ്ടോ എന്റെ മക്കൾക്ക് കൊടുക്കാനെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ തന്നെ കുറെ ദിവസങ്ങളായി പട്ടിണിയല്ലേ ഹബീബേ. പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന പാലും വെള്ളവും ഈത്തപ്പഴവും എല്ലാം കഴിഞ്ഞുപോയി സ്വഹാബ. എന്റെ പ്രിയപ്പെട്ട ഹസനും ഹുസൈനും വിശക്കുകയാണ് സ്വഹാബ. അവർ കരയുന്ന കണ്ടിട്ട് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല സഹാബ. അവർ കരയുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല സഹാബ. പിന്നെ ഒട്ടും മടിച്ചു നിന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓടിച്ചെല്ലുകയാണ്, ആ മക്കളെ എടുക്കുകയാണ്. ആദ്യം ഹസൻ റളിയല്ലാഹു അൻഹുവിനെ എടുത്തിട്ട് തന്റെ ഹൃദയത്തോട് ചേർത്ത് പൊതിഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ചുണ്ടുകളിലേക്ക് മുത്തം കൊടുക്കുകയാണ്. കരച്ചിൽ തീരുകയാണ്. ദാഹം തീർന്നതുപോലെ, വിശപ്പടങ്ങിയതുപോലെ ആ പൊന്നുമോന്റെ കരച്ചിൽ നിൽക്കുകയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്നെ കൂടി എടുക്ക് നബിയേ, എന്നെ കൂടി എടുക്ക് ഹബീബേ. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ എടുക്കുകയാണ്. ഹസൻ റളിയല്ലാഹു അൻഹുവിന് കൊടുത്തതുപോലെ രണ്ട് കവളത്തും നെറ്റിയിലും ചുണ്ടത്തും മുത്തം കൊടുത്ത് കുറെ നേരം ആ സ്നേഹത്തിന്റെ തണൽ മരമാകുന്ന ഹൃദയത്തിന്റെ ഭിത്തിയിലേക്ക് ആ പ്രിയപ്പെട്ട അരുമ പൊന്നുമോനെ ചേർത്ത് വെച്ചപ്പോ ആ മക്കള് കരച്ചിൽ അവസാനിപ്പിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നിട്ട് എന്റെ മുത്തു ഹബീബ് പറഞ്ഞ ഒരു വാക്കുണ്ട് മറുവാനേ, വമൻ അബ്അലഹുമാ ഫഖദ് അബ്അലനീ. ഈ രണ്ട് മക്കളെ ആരെങ്കിലും വെറുത്താൽ, ഈ മക്കളോട് ആരെങ്കിലും അകലം കാണിച്ചാൽ, ഈ മക്കളോട് ആരെങ്കിലും പിണങ്ങിയാൽ, ഈ മക്കളോട് ആരെങ്കിലും ദേഷ്യം കാണിച്ചാൽ അവർ എന്നോടും പിണങ്ങിയവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം